ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്യാസ് കത്തിച്ചു, ചട്ടി വെച്ചു. അത് കഴുകി നമ്മൾ കോട്ടൺ തുണി കൊണ്ട് നല്ലപോലെ തുടച്ച് വെച്ച ചട്ടിയാണ്. ഉപ്പും പുളിയും കൂടെ ഇട്ട് വെച്ചിരിക്കുകയാണ് നമ്മൾ കുടംപുളി. മൂത്തും അപ്പോൾ നമ്മൾ പിരിയൻ മുളക് പൊടി മാത്രമാണ് നമ്മളിടുന്നത്. ആ കൂടെ ഒരു ശകലം മല്ലിപ്പൊടി നമ്മളിടുന്നുണ്ട്. അത് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുത്താലേ അത് കറിയുടെ ടേസ്റ്റിലേക്ക് വരത്തുള്ളൂ. നല്ല കളർ വരണമെങ്കിൽ അതുപോലെ ഇളക്കണം. കരിയാപ്പില ഇട്ട് ഇളക്കിയ ശേഷം ഇനി നമ്മൾ തിളയ്ക്കാൻ വെക്കുകയാണ്. അടപ്പ് കൊണ്ട് മൂടി വെച്ചിരിക്കുന്നത് നല്ലപോലെ തിളച്ച് പുളി ഇറങ്ങിയ ശേഷമേ നമ്മൾ മീനെടുത്തുള്ളൂ. ശേഷമേ ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കണം. ഇനി നമ്മൾ ഇടുന്നത് മീനാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ ടിപ്സുകളൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യം കറി വെക്കുമ്പോഴും ടിപ്സുകൾ പറയുന്നതായിരിക്കും. അപ്പം അതിനായിട്ട് എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഭംഗിയാക്കിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി എന്നിട്ട് പൊത്തി വെച്ചിരിക്കുകയാണ്. ഉപ്പെല്ലാം ഇട്ടിട്ടു. എന്നിട്ട് നമ്മൾ അടപ്പ് വെച്ച് അടയ്ക്കുകയാണ്. കറി നല്ലപോലെ തിളയ്ക്കട്ടെ. അടപ്പ് വെച്ച് അടച്ചു കറി തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. ഇവിടെ കറി റെഡിയായി.
നമ്മുടെ കറിയുടെ സീക്രട്ട് സബോള കൊത്തി അരിഞ്ഞ് നല്ലപോലെ വഴറ്റണം. അതാണ് നമ്മുടെ കറിയുടെ രുചിക്കൂട്ട്.